ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയാണിത്. ആലപ്പുഴ ജില്ലയിൽ ചുനക്കര, വെട്ടിക്കോട്, പെരുവേലിച്ചാൽ തുടങ്ങി നൂറുകണക്കിന് ഏക്കർ പുഞ്ചപ്പാടങ്ങൾ പച്ചപ്പുതപ്പിട്ട സമൃദ്ധിയുടെ നാട്ടിൻപുറം. ഇവിടെ നന്മയുടെയും കരുതലിന്റെയും പുതിയൊരു പാട്ടുയരുകയാണ്. സഹജീവികളുടെ ജീവിത ദുരിതങ്ങൾ തീർക്കാൻ 2 യുവാക്കൾ തങ്ങളുടെ ജീവിത സമ്പാദ്യം വിനിയോഗിക്കുന്ന മനുഷ്യത്വത്തിന്റെ മഹാഗാഥ. മാവേലിക്കര താലൂക്കിൽ ചുനക്കര ഗ്രാമപഞ്ചായത്തിൽ പാളയം കെട്ടിയ വിള കോളനി നിവാസികൾക്ക് പറയാനുണ്ടായിരുന്നത് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കഥകൾ മാത്രമായിരുന്നു. 4 പതിറ്റാണ്ട് മുമ്പ് സർക്കാർ വച്ചുകൊടുത്ത ഇരട്ട വീടുകളിലാണ് നിർധനരായ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത്. ഒരു വീട്ടിൽ 2 കുടുംബങ്ങൾ, അതായിരുന്നു ഇരട്ട വീട്. കാലത്തിന്റെ ഒഴുക്കിൽ ആ വീടുകൾ തകർന്ന് നിലംപൊത്തി. ചിലതൊക്കെ ഭിത്തികൾ മാത്രമായി. പ്ലാസ്റ്റിക്കും തകരപ്പാട്ടയും കൊണ്ട് മറച്ച ഷെഡുകളിലായിരുന്നു പിന്നീട് താമസം. പട്ടിണിയും പകർച്ചവ്യാധിയും ഇവിടെ പതിവായി. ചട്ടങ്ങളുടെ നൂലാമാലകളിൽ പെട്ടതോടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഇവരെ സഹായിക്കാൻ പറ്റാതെയായി. ആ ദുരിതത്തിലേക്കാണ് രക്ഷകരായി അവർ വന്നത്. സണ്ണിക്കുട്ടിയും ബെന്നി ജോർജും. കരിമുളയ്ക്കലിൽ 8 കുടുംബങ്ങൾക്ക് അഭയം ലഭിക്കുകയാണ്. അവർക്ക് താമസിക്കാൻ അടച്ചുറപ്പുള്ള അത്യാവശ്യം സൗകര്യങ്ങളുള്ള 8 വീടുകൾ സണ്ണിയും ബെന്നിയും അവരുടെ കുടുംബവും സുപ്രീം എന്ന അവരുടെ സ്ഥാപനത്തിൻ്റെ മുൻകൈയിൽ നിർമ്മിച്ച് കൊടുക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ MLAയുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഈ 8 വീട് നിർമ്മിച്ച് കൊടുക്കുക മാത്രമല്ല ഈ കുടുംബം ചെയ്യുന്നത്, അവർക്ക് കുടിവെള്ളം വൈഷമ്യം കൂടാതെ ലഭിക്കാനുള്ള ക്രമീകരണങ്ങളും ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനൊപ്പം അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കമ്പനികളെല്ലാം അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം സമൂഹത്തിന് പ്രയോജനപ്രദമായി ചെലവിടണം എന്ന സങ്കല്പമുണ്ട്. അത് സംബന്ധിച്ച് ചില നിയമങ്ങൾ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് അത് പ്രാവർത്തികമാവുന്നുണ്ട്, പലയിടത്തും അത് പ്രാവർത്തികമാവുന്നില്ല. അതിസമ്പന്നരല്ലാത്ത എന്നാൽ മര്യാദയ്ക്ക് അധ്വാനിച്ച് കുറച്ച് സമ്പത്ത് ആർജിക്കാൻ കഴിഞ്ഞ സണ്ണിയും ബെന്നിയും അടങ്ങുന്ന ഈ കുടുംബം അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കാൻ സൗകര്യമില്ലാത്ത 8 കുടുംബങ്ങൾക്ക് ജീവിത സ്വസ്ഥത, സുരക്ഷിതത്വം, കുടിവെള്ളം ഇതെല്ലാം നൽകാൻ വേണ്ടി നടത്തിയിട്ടുള്ള മാതൃകാപരമായ ഈ ഇടപെടൽ അഭിനന്ദനമർഹിക്കുന്നു. ഇത് മാതൃകയായി എടുത്ത് ഇതുപോലെ സമൂഹത്തിന് പ്രയോജനപ്രദമായി പ്രവൃത്തി ചെയ്യാൻ സാമ്പത്തിക ശേഷിയുള്ള എത്രയോ മലയാളികളുണ്ട്. മലയാളികളല്ലാത്തവർ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അവരെല്ലാം ഇതൊരു പ്രചോദനമായി എടുത്ത്, ഇതൊരു മാതൃകയായി എടുത്ത് ഈ വഴിയെ നടക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുപ്രീം അലൈഡ് സർവീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളാണ് ഈ സഹോദരങ്ങൾ. സുദീർഘമായ ആവശ്യമായിരുന്നു കോളനി നിവാസികളുടേത്. അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കണം. അവരുടെ ഇരട്ട വീടുകൾ അത് ഒറ്റ വീടുകളാക്കി മാറ്റി മനോഹരമായ ഒരു വീട് എന്നൊരു സ്വപ്നം അവർക്കിന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതിനാകെ തന്നെ സഹായകരമായി മാറിയത് ഈ കോളനിയോട് ചേർന്നുള്ള മുംബൈയിൽ ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ബെന്നി ജോർജും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ സണ്ണി ജോർജുമാണ്. കേരളത്തിലെ ബോർവെൽ അസോസിയേഷൻകാർ അവരെ കേരളത്തിലാകെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് MLAമാർ നിർദ്ദേശിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ബോർവെൽ കുഴിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കാൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് MLAമാരോട് ആവശ്യപ്പെട്ടപ്പോൾ മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ നിർദ്ദേശിച്ചത് ഈ പ്രധാനപ്പെട്ട ഈ കോളനിയിൽ ഒരു ബോർവെൽ സ്ഥാപിക്കുക എന്നതാണ്.
അപ്പോൾ ആ സമയത്ത് ശ്രീ ബെന്നി ജോർജുമായി സംസാരിക്കുകയും ആ ബോർവെൽ സ്ഥാപിച്ചാൽ അതിനുശേഷം വരുന്ന അതിൻ്റെ സപ്ലൈനടക്കമുള്ള കാര്യങ്ങൾ, ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കാം എന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. കോളനിയിലെ 8 കുടുംബങ്ങൾക്കും തങ്ങളുടെ ചെലവിൽ വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അവർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. വളരെ ജീർണിച്ച അവസ്ഥയിലും ചോർന്നൊലിക്കുന്ന ദയനീയമായൊരവസ്ഥയിലായിരുന്നു വീടുകളുടെ സ്ഥിതി. പഞ്ചായത്തിൻ്റെ ഭവന പദ്ധതികളിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഭവന പദ്ധതി പ്രകാരം ഒരു വീടിന് 2 ലക്ഷം രൂപ വീതം ഗവൺമെൻറ് സബ്സിഡി നൽകുന്നുണ്ട്. പക്ഷേ ലക്ഷം വീടുകൾക്ക് അത് നൽകാനുള്ള പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ് മുന്നിലില്ല. 75,000 രൂപ മാത്രമാണ് സബ്സിഡി. അതുപയോഗിച്ച് പാവപ്പെട്ട ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ലക്ഷം വീട് കോളനിയുടെ അയൽവാസികളായ, അതോടൊപ്പം തന്നെ മുംബൈയിൽ സുപ്രീം അലൈറ്റ് സർവീസസ് എന്ന കമ്പനി നടത്തുന്ന ശ്രീമാൻ ബെന്നി ജോർജിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സണ്ണി ജോർജും അവരോട് ഈ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ച അവസരത്തിൽ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഇതിന് ആവശ്യമായി ലഭ്യമാകുന്ന ഗവൺമെൻറ് സബ്സിഡി 75,000 രൂപ ഇതിനു വേണ്ടി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായും ഏതാണ്ട് 3 ലക്ഷം രൂപയിലധികം ഒരു വീടിന് ചെലവഴിച്ചുകൊണ്ട് 8 വീടുകൾ പൂർണ്ണമായും ചെയ്തു തരുന്നതിന് അവർ തയ്യാറാവുകയുണ്ടായി. അക്കാര്യത്തിൽ അവരോട് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒന്ന് നിശ്ചയിച്ചാൽ അത് കാലവിളംബം കൂടാതെ നടപ്പാക്കുന്ന സണ്ണിയുടെയും ബെന്നിയുടെയും സ്വഭാവം കോളനി നിവാസികൾക്ക് തുണയായി. നേരത്തെ 2 വീട്, ഒരു വീട്ടിൽ 2 വീട് എന്നുള്ള രീതിയിലുള്ള സങ്കല്പമായിരുന്നു ലക്ഷ്മീനെ സംബന്ധിച്ച്. ഇത് ഒരു വീടാക്കിക്കൊണ്ട്, ലക്ഷ്മീ കോളനി ഒരു വീടാക്കിക്കൊണ്ട് അത്യാവശ്യം 2 റൂമും അടുക്കളയും സിറ്റ് ഔട്ടും വെക്കുന്ന, അതുപോലെ ബാത്റൂമും, പിന്നെ അതിനേക്കാൾ ഉപരി ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. ശാശ്വതമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ആധുനിക സജ്ജീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം ശ്രീ ബെന്നി ജോർജും അതുപോലെ തന്നെ സണ്ണി ജോർജും ഞങ്ങളുടെ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതി നിൽക്കുന്നവർക്ക് സാമ്പത്തിക പരാധീനത ഉള്ളപ്പോൾ അവരെ ദത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു സമീപനത്തിലുണ്ട്. വീടിന്റെ നിർമ്മാണ ചുമതല ഗ്രാമപഞ്ചായത്തിനെയും നാട്ടിലുള്ള സുഹൃത്തുക്കളെയും ഏൽപ്പിച്ചുവെങ്കിലും മുംബൈയിൽ ഇരുന്നു കൊണ്ട് ഇവർ ദിവസവും പണികൾക്ക് മേൽനോട്ടം വഹിച്ചു. ഞങ്ങളുടെ ചെറുപ്പം തീർച്ചയായിട്ടും അതൊരു കാരണമാണ്. ചെറുപ്പത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ പലതുണ്ടായിരുന്നു. അതിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സാമ്പത്തികമായിട്ട് പരിശ്രമത്തിന് നേടിയപ്പോഴും അതിലൊരു പങ്ക് നമ്മുടെ സമീപത്തുള്ളവർക്കും മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കും കൊടുക്കണമെന്നുള്ള ആഗ്രഹം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിന് ഈ കാര്യത്തിന് പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല ഇത് മാത്രമല്ല, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് അഫെയറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇതുവരെ കൊണ്ടുപോയത്. ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിനൊക്കെ അലോ ചെയ്തു, അങ്ങനെ കൊണ്ടുപോയതാണ്. ഇത് കൂട്ടത്തിൽ മകളുടെ വിവാഹം വന്ന സമയത്ത് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു. അങ്ങനെ അങ്ങ് ഡിസൈഡ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. പിന്നെ മാതാപിതാക്കളും ഒരു പരിധിവരെ ഇതിന് പ്രേരകമായിട്ടുണ്ട്. അവരുടെ ജീവിതശൈലികളും ഞങ്ങളെ വളർത്തിയ രീതികളുമൊക്കെ അത് അവരുടെ ഒരു മാതൃകയായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു. ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്ന ഒരു രീതി അന്നുപോലെ ഉണ്ടായിരുന്നു. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ഉള്ളതിൽ നിന്ന് ഉള്ള പങ്ക് കൊടുക്കാനുള്ള ഒരു താല്പര്യം ഒന്നുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഈ ചിന്തകൾ. 9 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. യാതൊരു ഭൗതിക സാഹചര്യങ്ങളുമില്ലാത്ത ലെവലിൽ വിദ്യാഭ്യാസം ചെയ്ത് മുംബൈക്ക് വേണ്ടി കയറിയ എനിക്ക് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഈശ്വരൻ അവസരം നൽകി. ബിസിനസ് കെട്ടിപ്പടുത്ത്
ഇന്നലെയിലെത്തിയ ഞങ്ങളെക്കാളിലും എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങളെക്കാളിലും വലുതായി വളരെ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ഈ സമയത്ത് തരാനുള്ളത്. വീടുകളുടെ താക്കോൽ ദാനം ഈ നാട് ഒരു ഉത്സവം പോലെയാണ് ആഘോഷിച്ചത്. ജനപ്രതിനിധികളും മതസാമുദായിക രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മത, ജാതി, രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം ഗ്രാമവാസികളുടെ കൂട്ടായ്മയായി തീർന്നു താക്കോൽദാന ചടങ്ങ്. മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയാണ് താക്കോൽദാനം നിർവഹിച്ചത്. ഒരു വീട് പണിത് അവർ അയ്യത്ത് വീടാർക്ക് കൊടുത്തു. അതിന് നിങ്ങളെല്ലാവരും കൂടെ പങ്കെടുക്കും. നിങ്ങളെങ്ങനെ അഭിനന്ദി. നമ്മൾ മാവേലിക്കര പഞ്ചായത്ത് വീടില്ലാത്ത ഒരാളും ഡിസംബർ 31 ആകുമ്പോൾ ഇല്ല എന്ന് പറയാൻ സാധിച്ചാൽ പുതിയൊരു കേരളം സൃഷ്ടിക്കും. അത് സാധിക്കും. ഇല്ലയോ? സാധിക്കുമോ ഇല്ലയോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിക്കാരും കൂടെ കൂടാമെങ്കിൽ ഇത് സാധിക്കാം. ഇത് സാധിക്കാമെങ്കിൽ എന്ത് കാര്യം നടക്കും? മന്ത്രിയാണ്. പുള്ളിക്ക് മന്ത്രിയും വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും ഒരുത്തരും സമ്മതിക്കുകയില്ല. ആരും സമ്മതിക്കരുത് കണ്ടപ്പോൾ അങ്ങനെ പിന്നെയും എനിക്ക് വേണ്ട സമ്മതിക്കരുത് പുള്ളിക്ക് അറിയാം ഉള്ളിൽ. എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയ, പക്ഷേ സ്നേഹിക്കാൻ അറിയാം. അദ്ദേഹം മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അദ്ദേഹത്തെ സ്നേഹിക്കും. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ സ്നേഹിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യത്വമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും പേർക്ക് വീടില്ല. അതുകൊണ്ട് ഈ രണ്ട് സഹോദരന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി മാവേലിക്കര അവിടെ പറയണം, നിങ്ങൾ കേരളത്തിന്റെ മാവേലിയായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും ഞാൻ നിങ്ങൾ ഈ രണ്ട് സഹോദരന്മാരെ ബഹുമാനിക്കുകയും അവർ കേരളത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആർ രാജേഷ് MLA അധ്യക്ഷനായിരുന്നു. കരിമുളക്കിലെ പാളയം കെട്ടുള്ള ലക്ഷംവീട് കോളനി, ആ കോളനിയുടെ പേര് ഇന്ന് മാറ്റിയിരിക്കുകയാണ്. സുപ്രീം നഗർ എന്ന് നാമകരണം ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ വീടുകളുടെ സ്ഥിതിയെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ ദീർഘമായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിബിൻ ഓവറുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ മോശപ്പെട്ട ഒരന്തരീക്ഷത്തിൽ രണ്ട് കുടുംബങ്ങൾ ഒരു വീട്ടിൽ വേണ്ടത്ര സൗകര്യമില്ലാതെ, കടന്നു വരാൻ ആവശ്യമായ വഴിയില്ലാതെ, കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലമില്ലാതെ, പ്രാഥമികമായ എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് ലഭ്യമല്ലാതായി ജീവിച്ചിരുന്ന 8 കുടുംബങ്ങൾക്കാണ്
ഇന്ന് ശ്രീ സണ്ണിച്ചായൻ്റെയും ബെന്നിച്ചായൻ്റെയും ഒക്കെ മനുഷ്യത്വപരമായൊരു സമീപനത്തിൻ്റെ ഭാഗമായി ഇന്ന് 8 കുടുംബങ്ങൾക്ക് നല്ല വീട് നിർമ്മിച്ചു നൽകി. അത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. കൊടുക്കുന്നിൽ സുരേഷ് MP, ശ്രീ സണ്ണിച്ചായനും ബെന്നിച്ചായനും അവർ ചെയ്ത ഏറ്റവും ഒരു പുണ്യപ്രവൃത്തിയാണ് 8 വീടുകൾ ഇവിടെ നിർമ്മിച്ചു നൽകിയത്. മുംബൈ സുപ്രീം അലൈഡ് സർവീസ് കമ്പനി ഡയറക്ടർമാരായ ഇവർ ഈ നാടിന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന പ്രവർത്തിക്കുന്ന 2 വ്യക്തികളാണ്. ഈ 8 വീടുകൾ മാത്രമല്ല, ഇതിനു മുമ്പും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും ഈ പുണ്യകർമ്മം അവരുടെ തൊപ്പിയിൽ മറ്റൊരു പെൺതൂവലാണ് എന്നായിരുന്നു സംശയമില്ല. അവർ അധ്വാനിച്ചാണ് സമ്പാദ്യം ഉണ്ടാക്കുന്നത്, വെറുതെ പണം കിട്ടുന്നതല്ല, മറിച്ച് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് വളരെയധികം യാത്ര ചെയ്ത് നിരവധിയായ കഷ്ടപ്പാടുകളിലൂടെ പ്രയാസങ്ങളിലൂടെയാണ് വരുമാനം കണ്ടത്. ആ വരുമാനത്തിന്റെ ഒരു അംശം പാവപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ അവർ തയ്യാറായത് മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്ന കാര്യം ഞാൻ ഈ അവസ്ഥ അറിയിക്കുകയാണ്. ഈ ചാരങ്ങളിലും ചുരക്കരയിലും തന്നെ പണമുള്ള സമ്പാദ്യമുള്ള സമ്പന്നന്മാരായ അനേകം ആളുകളുണ്ട്, നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ അവരൊന്നും ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല എന്നത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയെങ്കിലും അവരും ഈ വഴിയിൽ വരട്ടെ. അങ്ങനെ വന്നാൽ ബഹുമാനപ്പെട്ട തിരുമേനി പറഞ്ഞ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞ പോലെ ഈ ചുനക്കര പഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും